മോനെ, ക്ലോസ് ദ ടെക്സ്റ്റ്. പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് പഠനം നിർത്തി വെക്കുക, പുസ്തകം അടച്ചു വെക്കുക. ഒരു ഫ്രീ മൈൻഡ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ശരീരത്തിൽ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക. ആ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് 15 മിനിറ്റ് മുമ്പ് മറ്റു കുട്ടികളുമായിട്ട്, മോനെ നീ ഇന്നത് പഠിച്ചോടാ, നീ മറ്റേത് പഠിച്ചില്ലേ, അത് ഉറപ്പായിട്ട് വരും, ഇത് ഉറപ്പായിട്ട് വരും, അങ്ങനെയുള്ള ചർച്ചകൾ ഒരിക്കലും പരീക്ഷയ്ക്ക് 15 മിനിറ്റ് മുമ്പ് ഈ നിലക്കുള്ള ഒരു ചർച്ചകളിലേക്കും നമ്മൾ പോകരുത്. അങ്ങനെ ആരെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് കേൾക്കാനും നമ്മൾ നിൽക്കരുത്. 15 മിനിറ്റ് മുമ്പ് ഞാൻ എല്ലാത്തിനും പാകപ്പെട്ട് കഴിഞ്ഞു, എൻ്റെ ഹൃദയവും എൻ്റെ ശരീരവും പരീക്ഷ എഴുതാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. ആ നിലക്കുള്ള ഒരു ഫ്രീ മൈൻഡ് നമ്മൾ കൊണ്ടുവരിക. പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിതിന് കഴിയും, ഞാൻ റെഡിയാണ് എന്നൊരു ആത്മവിശ്വാസം, ഒരു ആത്മധൈര്യം, അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ എഴുതാനല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ആ പേപ്പർ മുഴുവനൊന്ന് വായിക്കണം. എന്നിട്ട് അതിൽ അറിയാവുന്നത് ആദ്യം എഴുതുക. ശേഷം നമ്മൾ ബാക്കി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് അവിടെ നഷ്ടപ്പെടുകയാണ്. ഇനിയോ, മോൻ ഒന്നും കൂടെ ശ്രദ്ധിക്കണം. പരീക്ഷ കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഉടൻ തന്നെ ഒരു കൂട്ടം നമ്മൾ എപ്പോഴും കാണാറുണ്ട്. എന്ത് കൂട്ടമാണ്? പുസ്തകം എടുക്കുന്നു, കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി, അത് വന്നായിരുന്നു, നീ അത് എഴുതിയോ, നീ ഇത് എഴുതിയില്ലേ, എനിക്കത് എഴുതാൻ പറ്റിയില്ല, ഞാൻ പഠിച്ചതായിരുന്നു. ആ ഒരു ചർച്ച വരുമ്പോൾ സത്യത്തിൽ നമ്മളെ അടുത്ത പരീക്ഷയ്ക്ക് അത് ബാധിക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ, പഠിക്കുമ്പോൾ ഈ ഒരു ചിന്ത ഉള്ളിലേക്ക് വരുന്ന അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് പതുക്കെ പതുക്കെ പുറകോട്ട് പോകും. ആത്മവിശ്വാസം നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ പരീക്ഷാ സമയത്ത് നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവിധ വിജയവും ഉണ്ടാവും. എല്ലാവർക്കും ഓർമ്മശക്തിയും വിജയവും ഉണ്ടാവട്ടെ.